بسم الله الرحمن الرحيم وبه نستعين الحمد لله رب العالمين وصلى الله وسلم وبارك على من بعث رحمة للعالمين وآله وصحبه أجمعين أما بعد فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علوما نافعة. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, വലിയ ഒരു വൈജ്ഞാനിക ദാഹത്തോടുകൂടെ ഒരുപാട് വൈജ്ഞാനിക ദാഹങ്ങൾ കെടുത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ മുന്നിരായ അബ്ദുർ റഷീദ് ഉസ്താദിൻ്റെ ക്ലാസ്സിന് കാതോർത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു അധിക പ്രസംഗമാകും എന്ന ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരുടെ നിർബന്ധത്തിന് വഴങ്ങി അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഇഖ്ലാസുള്ള നല്ല മുതഅല്ലിമുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വളർത്തി തരുമാറാവട്ടെ. നമുക്ക് വിജ്ഞാനം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർക്ക്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ എല്ലാ ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിയ ജസാ നൽകുമാറാവട്ടെ. അവരോടൊപ്പം ജന്നാത്തുൻ നഈമിൽ അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു തൗഫീഖാണ് നമ്മുടെ സലഫിൻ്റെ മാതൃകയിൽ തന്നെ കിതാബുകൾ ഓതുവാനും അത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതിന് ഖിദ്മ ചെയ്യുവാനുമുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു രൂപം നമുക്ക് ലഭിച്ചു എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു തആല ചെയ്തു തന്നിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പം നമ്മൾ എത്ര ഉൾക്കൊണ്ടു എന്നുള്ളത് നമ്മൾ സ്വയം ആത്മവിമർശനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോലെ വളരെ കൃത്യതയോടുകൂടെ കിതാബുകളെ സമീപിക്കുവാനും അതിൻ്റെ കെട്ടഴിക്കുവാനും അത് വൃത്തിയായി മനസ്സിലാക്കുവാനുമുള്ള ഒരു ശൈലിയോ ഒരു രീതിയോ അല്ലെങ്കിൽ ഗുരുവര്യന്മാരെയോ ലഭിക്കാതെ പോയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒഴുക്കിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ആ നിയമത്തിൻ്റെ വലിപ്പം ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പുറം ലോകവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെയൊക്കെയുള്ള വൈജ്ഞാനികമായിട്ടുള്ള വരൾച്ച നമ്മൾ നേരിട്ട് കാണുകയും അതുകൊണ്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ നേരിൽ കാണുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമുഖമായി പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ദർസ് നടത്തി തരുന്ന ഒരു ശൈലി, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാനുള്ള ഏറ്റവും നല്ല, ഏറ്റവും മുന്തിയ ഒരു രീതി. ആ രീതി നമുക്ക് ഒരുപക്ഷെ നമുക്ക് നമ്മളെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവുക ജാമിഉൽ അസ്ഹറിൻ്റെ ഒരു താവഴിയായിട്ടാണ് എന്നാണ് വിധേയം മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉലൂമുശ് ശരീഅ മൊത്തത്തിലെടുത്താൽ ഉലൂമുശ് ശരീഅയും അതിൻ്റെ വസായിലുകളായിട്ടുള്ള ഇൽമുകളെയും നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ സേവനം ചെയ്ത ആളുകൾ അതിൻ്റെയൊക്കെ കെട്ടഴിക്കുന്നതിലും അതിലെ ദുർഗ്രാഹ്യത നീക്കി കൂടുതൽ വെളിച്ചം പകരുന്നതിലും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് ഹിജ്റ 10-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള അൽ അസ്ഹറിലെ പ്രധാനികളായ പണ്ഡിതന്മാരാണ്. അതിൽ 4 മദ്ഹബിൻ്റെ അയിമകത്തുകളുമുണ്ട്.
നമ്മുടെ ഷാഫി മദ്ഹബിൻ്റെ തട്ട് ഒരുപക്ഷെ ഒന്ന് താണു തന്നെ ഇരിക്കും എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ശൈലി യഥാർത്ഥത്തിൽ നമ്മുടെ ഉസ്താദുമാർ കിതാബുകളെ ഹല്ല് ചെയ്യുന്നതിൽ സമീപിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഒന്നരായ റഷീദ് ഉസ്താദ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നരായ റഷീദ് ഉസ്താദിന് അന്താരാഷ്ട്ര വൈജ്ഞാനിക രംഗത്ത് ഇപ്പോഴും വലിയ ഒരു മതിപ്പും സ്ഥാനവും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ അതായത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കിതാബിനെ സമീപിക്കുന്ന സമയത്ത് കിതാബിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ അതൊരു ബാഹ്യമായ ഒരു നോട്ടത്തിൽ അത് തെറ്റാണ് എന്ന് തോന്നുമ്പോഴേക്ക് അത് തഖ്തിയത്ത് ചെയ്യുക അല്ലെങ്കിൽ അത് തഗ്ലീത്ത് ചെയ്യുക എന്ന് പറയുന്നൊരു ശൈലി, അത് ആധുനികരായ പല ബാഹിസീങ്ങളും പല മുഹക്കിങ്ങളും ചെയ്യുന്നൊരു രീതിയാണ്. ഒറ്റ വായനയിൽ കിതാബുകൾ തഹ്ഖീഖ് ചെയ്യുന്ന സമയത്തൊക്കെ വായനയിൽ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം അപ്പോൾ ചിലപ്പോൾ അവർ അവിടെ എഴുതി വെക്കും, അത് ഇങ്ങനെയാണുള്ളത്, ശരി ഇങ്ങനെയാകാം എന്നുള്ളതാണ്. അങ്ങനെ ഒറ്റയടിക്ക് വിഷയങ്ങളെ പറ്റിയിട്ട് ധാരണക്കുറവുണ്ട്. അവനവൻ്റെ അറിവിൻ്റെ കുറവ് അല്ലെങ്കിൽ ജഹല് അത് അയിമത്തിൻ്റെ ജഹലിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കും ധൃതിയും വ്യാപകമായി നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഒരു ശൈലി എന്ന് പറയുന്നത് പരമാവധി കിതാബുകളെ മുസന്നിഫീങ്ങൾ, ഷാരിഹികൾ, മഹഷികൾ അവർ പറഞ്ഞ അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. തഖ്തിയത്ത് അല്ലെങ്കിൽ തഗ്ലീത്ത് എന്ന് പറയുന്നത് ഒരു ഒറ്റകൈ പ്രയോഗമാണ്. എല്ലാ വഴികളും മുട്ടുന്ന സമയത്തുമാണ്. അത് പഴയകാലം മുതൽ തന്നെ തൗഫീഖുള്ള ആളുകളുടെ ഒക്കെ ഒരു ശൈലിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ ഇമാം ഇബ്നു ജിഫ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിഫായത്തുൻ നബീഹിൽ 2 സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന തംബീഹിൻ്റെ അഥവാ മാത്തിനായിട്ടുള്ള മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ടവരുടെ 2 പരാമർശങ്ങൾ പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പരാമർശം കിതാബുൽ ജനായിസിൽ ഇമാം അവർകൾ പരാമർശിച്ചിട്ടുള്ളൊരു പരാമർശമാണ്. അഥവാ ഒരു ഗർഭിണിയായ സ്ത്രീ മരണപ്പെട്ടു, വയറ്റിൽ ഗർഭസ്ഥ ശിശുവുണ്ട്, ഗർഭസ്ഥ ശിശുവിനെ പുറത്ത് എടുത്താൽ അത് ജീവിക്കൂല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ വിധി എഴുതിയിട്ടുള്ളത്. എന്നാൽ നിലവിൽ കുട്ടിക്ക് ജീവനുണ്ട്. ആ സമയത്ത് നമ്മൾ അയിമത്തുകളൊക്കെ പറഞ്ഞത് അവിടെ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം ഉറപ്പാവുന്നത് വരെ ഈ മയ്യത്ത് കവറടക്കാൻ പാടില്ല, അഥവാ ഈ ഗർഭിണിയായ സ്ത്രീയെ കവറടക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഇമാമിങ്ങളൊക്കെ ഉപയോഗിച്ചൊരു ശൈലിയുണ്ട്. അവിടെ കുറഞ്ഞ സമയം അവിടെ അങ്ങനെ വിട്ടേക്കുക, ഒരു മരണം ഉറപ്പായാൽ മാത്രം അവിടെ സംസ്കരണ ചടങ്ങുകളിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ്. ഇവിടെ ഇമാം അവറുകൾ യുത്രക്കു അല ബത്നിഹ ഷെയ്ഉൻ എന്നൊരു പ്രയോഗം അവിടെ നടത്തിയ സമയത്ത്, അഥവാ വയറ്റിൻ്റെ മുകളിൽ എന്തൊന്ന് വെക്കണം, ഒരു ഭാരമുള്ള എന്തെങ്കിലും വെച്ച് പെട്ടെന്ന് ഗർഭസ്ഥ ശിശുവിൻ്റെ മരണം ഉറപ്പുവരുത്തി പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണം എന്നൊരു ശൈലിയാണ് ബഹുമാനപ്പെട്ട ഇമാം അവറുകളുടെ തംബീഹിൻ്റെ പരാമർശത്തിൽ നിന്നും മനസ്സിലാവുക. അപ്പോൾ അവിടെ വ്യാപകമായ ആളുകൾ അത് വളരെ മോശമായൊരു പരാമർശമായി പോയി എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഇമാം ഇബ്നു ജിഫ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ആ പറഞ്ഞതിനെ തഅ്വീൽ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് നമുക്ക് കാണാൻ പറ്റും. അത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ഇംദാദ് ആ ഒരു പരാമർശം ഇബ്നു ജിഫ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചുകൊണ്ടല്ലെങ്കിൽ പോലും ആ തഅ്വീൽ അവിടെ പറഞ്ഞതായിട്ട് കാണാം. അഥവാ യുത്രക്കുവല ബത്തിനിഹ എന്ന് പറഞ്ഞാൽ അവിടെ കുറഞ്ഞ സമയം അങ്ങനെ വിട്ടേക്കണം എന്നാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, അല്ലാതെ വയറ്റിൻ്റെ മുകളിൽ ഭാരമുള്ളത് വെച്ച് വെക്കണം എന്നല്ല പറഞ്ഞതൊന്നാണ്. സമാനമായിട്ടുള്ളൊരു പ്രയോഗം ഹാക്കിമിന് അബദ്ധം പറ്റുന്ന സമയത്ത് ആ ഹാക്കിമിൻ്റെ ഹുക്കുമുകൾ ഖാദിയുടെ ഖലാ അത് ദുർബലപ്പെടുത്തണം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മദ്ഹബിൻ്റെ അകത്ത് ദുർബലപ്പെടുത്തേണ്ടതില്ല എന്നൊരു അഭിപ്രായമുണ്ട് എന്ന് ഉദ്ധരിച്ചിടത്തും ഇമാമിങ്ങൾ വളരെ മോശമായ പരാമർശം ആണ് ആ ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയത്. കാരണം കിതാബിനും സുന്നത്തിനും പ്രമാണങ്ങൾക്കും വിരുദ്ധമായി ഒരാൾ ഖലാ ചെയ്താൽ ആ ഖലാഇന് വാല്യൂ ഇല്ലല്ലോ. അപ്പോൾ അത് നഖ്ല് ചെയ്യണം തന്നെയാണ്. ആ നഖ്ല് ചെയ്യേണ്ട എന്ന അഭിപ്രായം മദ്ഹബിൻ്റെ അകത്ത് തന്നെ ഇല്ല എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അവിടെയും ഇമാം
ഇബ്ൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ രണ്ട് സ്ഥലങ്ങളിൽ അവിടെ ആദരവുള്ള ആളുകൾ, മര്യാദയുള്ള ആളുകൾ എങ്ങനെ അത് തഅ്വീൽ ചെയ്യാമെന്ന് പഠിപ്പിച്ചു എന്ന് സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ശൈലി നമ്മൾ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞതാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ പ്രധാനികളായിട്ടുള്ള അയിമ്മത്തിൻ്റെ കിതാബുകളിൽ ബാഹ്യമായ നോട്ടത്തിൽ തെറ്റാണ്, ശരികേടാണെന്ന് തോന്നുന്ന സ്ഥലങ്ങളെ എങ്ങനെ ശരിയാണ് എന്ന് ശരിയായി അതിനെ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്കൊക്കെ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ശൈലി നമ്മുടെ അസ്ഹരി പണ്ഡിതന്മാരുടെ പഴയകാലത്തെ പ്രതാപകാലത്തെ അൽ-അസ്ഹറിൻ്റെ സംഭാവനയാണ്, അവരുടെ ഒരു ശൈലിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ശൈലി നമുക്ക് പ്രധാനപ്പെട്ട ഹാഷ്യക്കാരിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇമാം ബന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഹസൻ അത്താർ റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം ജമ്മിൻ്റെ ഹാഷി ആയിക്കോട്ടെ മറ്റുള്ള ഹാഷികളിലെല്ലാം പരമാവധി ഇമാമിങ്ങളുടെ പരാമർശങ്ങളെ പരമാവധി അത് ശരിയാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിയതായിട്ട് കാണാൻ പറ്റും. അത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഖത്തർനദയുടെ ഷറഹുകൾ, അതുപോലെ അൽഫിയക്ക് വന്ന ഷറഹുകൾ, അതിലെല്ലാം തന്നെ പരമാവധി ആ ഒരു ശൈലി ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കിതാബുകളിലെ ബാഹ്യമായ വായനയിൽ വരുന്ന അബദ്ധങ്ങളെന്ന് തോന്നുന്ന സ്ഥലങ്ങളെ എങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം എന്നുള്ളത് നമ്മളെ പഴയകാലത്ത് അയിമ്മത്തുകൾ പഠിപ്പിച്ച അതേ ഒരു ശൈലിയിലും ഭാവത്തിലും ബഹുമാനപ്പെട്ട റഷീദ് ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് ആ ഒരു ശൈലിയിൽ അത് തഅ്വീൽ ചെയ്യുവാനും അതുപോലെ ബാഹ്യവായനയിൽ ആശയങ്ങൾ തെളിയാത്ത സ്ഥലങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി തരുവാനുമുള്ള ഒരു വല്ലാത്ത ഒരു ഗ്രാഹ്യശേഷി നൽകിയിട്ടുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ അനുഗ്രഹമായിട്ടുള്ള ഒന്നരായ റഷീദ് ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അപ്പോൾ അവരിൽ നിന്നൊക്കെ ആ ഒരു ശൈലി നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ദീർഘിപ്പിച്ചൊന്നും സംസാരിക്കുന്നില്ല. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ കിതാബുകൾ ഓതുന്ന സമയത്ത് കിതാബിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒരു അവ്യക്തതയും ഇല്ലാതെ ബഹുമാനപ്പെട്ട റഷീദ് ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇഴകീറി പരിശോധിച്ച് നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്കൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ആ ഒരു ശൈലിയൊക്കെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അഥവാ ഈ കൃത്യമായ ഇബാറത്തുകൾ വായിച്ച് അത് ഹല്ല് ചെയ്ത് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കിതാബുകൾ വായിക്കുന്ന സമയത്ത് ഒരു അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് കൂടെ നമ്മൾ ആ ഏരിയയും കൂടെ നമ്മൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ ഓതുന്ന കിതാബിൻ്റെ മുസന്നിഫ് ആരാണ്, ആ കിതാബിൻ്റെ ഷാരിഹ് ആരാണ്, അവർക്ക് അയിമത്തുകൾക്കിടയിലുള്ള സ്ഥാനം എന്താണ്. നമ്മൾ ഓതുന്നൊരു ഫൻ ഇപ്പോൾ ഉസൂൽ ഫിഖ്ഹിൽ പ്രധാനമായും ജമുൽ ജവാമിയ ആണ്. ഇപ്പോൾ നമ്മൾ ജമുൽ ജവാമിയൻ്റെ ഷാരിഹുൽ മുഹഖഖ് ജലാലുദ്ദീൻ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പം സുബ്കി ഇമാമിൻ്റെ ഉസൂൽ ഫിഖ്ഹിലുള്ള നില എന്താണ്, വില എന്താണ്, ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വില എന്താണ്, നില എന്താണ്, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജമ്മുൽ ജവാമിൻ്റെയും അതുപോലെ അതിൻ്റെ ഷാരിഹായ ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇമാമറുകൾ തന്നെ കിതാബിൻ്റെ ആമുഖത്തിൽ, ജമ്മുൽ ജവാമിൻ്റെ ആമുഖത്തിൽ 100ഓളം കിതാബുകളുടെ ഒരു മിശ്രിതമാണ് യഥാർത്ഥത്തിൽ ജമ്മുൽ ജവാമിയിലുള്ളത് എന്ന് ഇമാമറുകൾ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം പക്ഷെ നമ്മുടെ വായനയിൽ പരമാവധി ഇമാമറുകൾ പരാമർശിച്ചിട്ടുള്ള ഖിലാഫുകളും മറ്റൊക്കെ പറയുന്ന സമയത്ത് അതെവിടെയാണ്, ആരാണ് പറഞ്ഞത് എന്ന് തപ്പി അതിൻ്റെ സ്രോതസ് തന്നെ പോയി അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പുതിയ കാലത്ത് ഇറങ്ങുന്ന കിതാബുകളിലൊക്കെ ചിലപ്പോൾ ഇമാമിൻ്റെ പേര് പറയുമ്പോൾ അത് എഴുക്കുറിപ്പായി വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇമാമിൻ്റെ പേര് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും, തർജ്ജമ ചെയ്തിട്ടുണ്ടാവും. ആ തർജ്ജമകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. എല്ലാ ആളുകളൊന്നും തർജ്ജമ ചെയ്യുന്ന ആളുകളും തഹ്ഖീഖ് ചെയ്യുന്ന ആളുകളെല്ലാം ഈ രംഗത്ത് ശോഭിച്ചവരോ കഴിവുള്ളവരോ ആയിക്കൊള്ളണമെന്നില്ല. പല ആളുകളും അയോഗ്യരായിട്ടുള്ള പല ആളുകളും ഒരു കിതാബിൻ്റെ മഖ്തൂത്താത്ത് സംഘടിപ്പിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ കുത്തി വരച്ച് അങ്ങനെ വിപണിയിലേക്ക് ഇറക്കുന്ന ശൈലി വ്യാപകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്ധമായി അവരെ അതിൽ വിശ്വസിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. പിന്നെ അവർ കിതാബിൻ്റെ പേര് പറയുന്ന സമയത്ത് ആ കിതാബിൻ്റെ കൃത്യമായി നമ്മൾ പുതിയ കാലത്ത് നമുക്ക് അതിൻ്റെ പിന്നെ നമ്മളെ കയ്യിൽ പ്രിന്റഡ് കോപ്പി ഇല്ലെങ്കിലും അതിൻ്റെ
PDF മറ്റും സംഘടിപ്പിച്ച് നമുക്കത് ഉൾപ്പെടുത്താൻ കഴിയും. ആ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ആ കാര്യം കൈകാര്യം ചെയ്യണം എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഉസ്താദുമാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പിന്നെ നമ്മുടെ മദ്ഹബിലെ അഥവാ ഫുറൂഇലെ ഫിഖ്ഹിലുള്ള കിതാബുകൾക്ക് കൃത്യമായി നമ്മൾ അതിൻ്റെ ആധാരങ്ങൾ പറയാറുണ്ട്. നമ്മൾ പറയാറുണ്ട് മിൻഹാജ് അത് മുഹറിൽ നിന്നതാണ്, മുഹറിൻ്റെ സ്രോതസ് എന്താണ്, 2 അഭിപ്രായങ്ങൾ സാധാരണ പറയാറുണ്ട്. അതുപോലെ റൗല അതിൻ്റെ സ്രോതസ് പറയാറുണ്ട്. അതങ്ങനെ പരമാവധി നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ചെറിയ ധാരണയുമുണ്ട്. എന്നാൽ ഉസൂൽ ഫിഖ് പഠിക്കുന്ന സമയത്ത് ഉസൂൽ ഫിഖിനെ പറ്റി അങ്ങനെ ഒരു ധാരണ സാധാരണ നമുക്ക് ഇല്ല എന്നുള്ളത് വലിയൊരു കുഴപ്പമാണ്. അപ്പം ആ ഏരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റിസാല, ഇമാമറുകളുടെ റിസാലക്ക് പലരും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അരിയുൽ കറാബീസ് റഹ്മത്തുള്ളാഹി അലൈഹി 245 വഫാത്തായ കറാബീസ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഷർഹ്, റിസാലയുടെ ഷർഹ്, ആ ഷർഹിൽ നിന്നാണ് പിന്നീട് നമ്മുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട കിതാബുകളെല്ലാം ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി 478 വഫാത്തായ ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാനപ്പെട്ട 3 കിതാബുകൾ, ഒന്ന് നമ്മളൊക്കെ ഓതുന്ന വറക്കാത്ത് എന്ന് പറയുന്ന വളരെ ചെറിയ കിതാബ്, മറ്റൊന്ന് തൽഖീസു ഫി ഉസൂൽ ഫിഖ് എന്ന് പറയുന്ന കിതാബ്, അതുപോലെ അൽ ബുർഹാൻ ഫി ഉസൂൽ ഫിഖ്. അതേപോലെ ഇമാം മുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമകാലികനായ സമശീർഷനായിട്ടുള്ള അബൂ ഇസ്ഹാഖ് ഷിറാസി റഹ്മത്തുള്ളാഹി അലൈഹി 486 ഇമാമുകളുടെ വഫാത്ത്. ഇമാമറുകളുടെ അത്വബ്സുറ ഫി ഉസൂൽ ഫിഖ്, അതുപോലെ അൽ ലുമ ഫി ഉസൂൽ ഫിഖ്, ഷർഹുൽ ലുമ ഫി ഉസൂൽ ഫിഖ്, ഈ 3 കിതാബുകൾ ഇത് ഈ ഇമാം കറാബിസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷർഹുർ റിസാലയിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കിതാബാണ്. അതുപോലെ ഇമാം അബു ഹാമിദുൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാനപ്പെട്ട 4 കിതാബുകൾ, ഒന്ന് അസാസുൽ ഖിയാസ്, പിന്നെ മുസ്തസ്ഫ, അതുപോലെ ഷിഫാഉൽ ഖലീൽ ഫി ബയാനി അശ്ശബഹ് എന്ന കിതാബ്, അതുപോലെ അൽ മൻഖൂൽ എന്ന് പറയുന്ന കിതാബ്. മൻഖൂലൊക്കെ വളരെ കുറഞ്ഞ രൂപത്തിൽ നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ തന്നെ ഇമാമിങ്ങൾ പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കിതാബാണ്. അപ്പോൾ ഈ 4 കിതാബുകളും ഇമാമറുകളുടെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ റിസാലയുടെ ഷറഹിൽ നിന്ന്, അഥവാ അൽ കറാബീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷറഹിൽ നിന്നും വന്നിട്ടുള്ള കിതാബാണ്. അതുപോലെ തന്നെ പിന്നീട് പ്രധാനപ്പെട്ട, ഞാൻ ആ ഭാഗം ദീർഘിപ്പിച്ച് പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ അടുത്ത നൂറ്റാണ്ടിൽ ഇമാം ഗസാലി തങ്ങൾ 505 വഫാത്താവുന്നത്. 606 വഫാത്തായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്ത നൂറ്റാണ്ടിൽ ഇമാമറുകളാണ് പിന്നീട് ഈ ഉസൂൽ ഫിഖ്ഹിനെ കൂടുതൽ വെളിച്ചത്തോടു കൂടെ കൊണ്ടുവരുന്നത്. ഇമാമറുകളുടെ മഹ്സൂല്, അതുപോലെ പിന്നെ അൽ മആരിം ഫി ഉസൂൽ ഫിഖ്, അതുപോലെ അൽ കാഷിഫ് അൻ ഉസൂൽ ദലായിൽ എന്ന് പറയുന്ന ഈ 3 കിതാബുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹ്സൂല് തന്നെയാണ്. ആ മഹ്സൂലാണ് പിന്നീട് നമ്മുടെ മദ്ഹബിൻ്റെ തലവര മാറ്റുന്ന വിധത്തിലേക്കുള്ള സേവനങ്ങൾ പിന്നീട് അതിന് ഇമാമിങ്ങൾ ചെയ്തത്. ബഹുമാനപ്പെട്ട ഇമാം അർമവി റഹ്മത്തുള്ളാഹി അലൈഹി, താജുദ്ദീൻ അർമവി 653 വഫാത്തായ ഇമാമറുകളുടെ ഹാസിൽ, അതുപോലെ സിറാജുദ്ദീൻ അർമവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 682 വഫാത്തായ അത്തഹ്സീർ ഫി ഇൽമുൽ ഉസൂൽ എന്ന് പറയുന്ന കിതാബ്, അതുപോലെ ഇമാം അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 688 വഫാത്താണ് അൽ കാഷിഫ് അൽ മഹ്സൂൽ. ഈ കിതാബുകൾ ഇത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹ്സൂലിൻ്റെ പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥങ്ങളായിട്ട് അറിയപ്പെടുന്ന കിതാബുകളാണ്. നമ്മുടെ ജമ്മുൽ ജവാമിയ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ജമ്മുൽ ജവാമിയ പിന്നീട് പ്രധാനപ്പെട്ട ഷാഫിഈ ഉസൂലിലുള്ള പ്രധാനപ്പെട്ട കിതാബുകളും സഹോദര മദ്ഹബുകാരുടെ ഉസൂൽ ഫിഖിലെയും പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ ജംഅ ചെയ്തിട്ടുള്ള വലിയ ഒരു കിതാബ് തന്നെയാണ് ജമ്മുൽ ജവാമിയ. അതിനൊരുപാട് ഷർഹുകൾ ഇമാമിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇമാം ജലാലുദ്ദീൻ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാമറുകളുടെ അൽ ബദ്റു ത്വാലി എന്ന് പറയുന്ന ഷർഹ് വന്നതോടുകൂടെ മറ്റ് ഷർഹുകളൊക്കെ വേണ്ടത്ര ജനശ്രദ്ധ പിന്നെ നേടാതെ പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഇമാം ബദറുദ്ദീൻ സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി 794 വഫാത്തായ ഇമാമറുകളുടെ തൻഷീഫുൽ മുസാമി എന്ന് പറയുന്ന കിതാബ്, അത് വളരെ പ്രധാനപ്പെട്ട കിതാബാണ്. ബദറുദ്ദീൻ സർക്കശി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത്
അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാതെ ഫത്ഹ് കൊടുത്ത പണ്ഡിതനാണ്. ഉസൂലിലും ഫുറൂഹിലും ഇൽമുൽ ഹദീസിലും ഇൽമുൽ ഖിറാഅയിലും എല്ലാം ഇമാം അവറുകൾക്ക് തൻ്റെതായ വലിയ ഇടമുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം അവറുകളുടെ ബഹറുൽ മുഹീത്ത് എന്ന് പറയുന്ന ഉസൂൽ ഫിഖ്ഹിലെ കിതാബ് വളരെ പ്രധാനപ്പെട്ട കിതാബാണ്, നമ്മളൊക്കെ മുത്താല ചെയ്യേണ്ടതാണ്. അതിലൊരുപാട് നുക്തകളുണ്ട്. അത് വെറും ഉസൂല് മാത്രമല്ല, പലയിടങ്ങളിലും ആ ഉസൂല് വെച്ച് പിന്നെ ഫുറൂ തഖ്രീജ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇമാമുകൾ നടത്താറുണ്ട്. അതുപോലെ കൗക്കബ് സാത്തി ജമുൽ ജവാമീൻ്റെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മന്ദൂമത്താണ്, അത് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട കിതാബുകൾ ജമുൽ ജവാമീൻ്റെതായിട്ട് വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പരിചയപ്പെടണം. നമ്മുടെ ഹാഷികളൊക്കെ വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചില കിതാബിൻ്റെ പേരുകളൊക്കെ കിട്ടുന്ന സമയത്ത് ആ കിതാബുകൾ എവിടെയെങ്കിലും ലഭ്യമാണോ എന്ന് പരിശോധിക്കുകയും അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനെങ്കിലും ഉള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നരായ റഷീദ് ഉസ്താദിന് എല്ലാവരുടെ തൗഫീഖും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇപ്പം ദീർഘിച്ചു പോയെന്ന് പേടിക്കുന്നു. ഏതായാലും എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.